ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആസ്ട്രോലൈൻ അക്കാഡമി. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പാദവാർഷിക പരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസേഴ്സ് ആണ്. നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് 15ാമത്തെ ക്വസ്റ്റ്യനാണ്. മുമ്പത്തെ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. 15ാമത്തെ ക്വസ്റ്റ്യന് എ, ബി എന്നീ പാർട്ടുകളുണ്ട്. അവയിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. നമ്മൾ അടുത്തതായിട്ട് 15 എ ക്വസ്റ്റ്യനാണ് നോക്കാൻ പോകുന്നത്. ചോദ്യം: 4 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു സമഷഡ്ഭുജം വരയ്ക്കുക. 4 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു സമഷഡ്ഭുജം വരയ്ക്കുക. നമുക്കറിയാം, സമഷഡ്ഭുജം എന്ന് പറഞ്ഞാൽ 6 വശങ്ങളുള്ള ഒരു സമബഹുഭുജമാണ്. സമബഹുഭുജം എന്ന് പറഞ്ഞാലോ, വശങ്ങളെല്ലാം തുല്യമായിരിക്കണം, പിന്നെ വശങ്ങളുടെ നീളവും തുല്യമായിരിക്കണം, കോണുകളും തുല്യമായിരിക്കണം. ഇതാണ് സമഷഡ്ഭുജം. അതായത് 6 വശങ്ങളുള്ള, വശങ്ങളെല്ലാം തുല്യമായ, കോണുകളും തുല്യമായ ബഹുഭുജമാണ് സമഷഡ്ഭുജം. നമുക്ക് ഒരു കോൺ എത്രയായിരിക്കും എന്ന് പരിശോധിക്കാം. നമുക്കറിയാം, സമഷഡ്ഭുജത്തിൻ്റെ ഒരു അകക്കോൺ കാണാനുള്ള സമവാക്യം n-2 × 180 ഡിഗ്രി ബൈ n ആണ് എന്ന് നമുക്കറിയാം. n എത്രയാണെന്ന് തന്നിട്ടുണ്ട്. സമഷഡ്ഭുജമാണല്ലോ, അതുകൊണ്ട് 6 വശങ്ങളല്ലേ ഉള്ളത്. എന്നിൻ്റെ സ്ഥാനത്ത് 6 കൊടുക്കാം. 6 - 2 × 180 ഡിഗ്രി ബൈ 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 × 180 ഡിഗ്രി ബൈ 6. 4 × 180 ഡിഗ്രി എന്ന് പറയുമ്പോൾ 720 ഡിഗ്രിയാണ്. അതിനെ 6 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 120 ഡിഗ്രി കിട്ടും. സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം. അതായത് എല്ലാ കോണുകളും 120 ഡിഗ്രിയാണ് എന്ന് തന്നിട്ടുണ്ട്. പിന്നെ വശത്തിൻ്റെ നീളം 4 സെൻറ്റിമീറ്റർ എടുക്കണം എന്ന് തന്നിട്ടുണ്ട്. ഞാൻ ആദ്യമായി 4 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വശം വരക്കുന്നു. ശേഷം പ്രൊട്രാക്ടർ എടുത്തുകൊണ്ട് അതിന് 120 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു. ആ ബിന്ദുവിലേക്കും 4 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വര വരക്കുന്നു. ഇത് വരക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റിലേക്ക് ഒരു വര വരക്കുക. ശേഷം കോമ്പസിൽ 4 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തിക്കൊണ്ട് ഒരു ആർക്ക് വരക്കുക. എന്നിട്ട് ആ പോയിന്റിൽ നിന്ന് -120 ഡിഗ്രി മാർക്ക് ചെയ്യുക. അതുപോലെ അങ്ങോട്ടും സെയിം. നാല് സെൻറ്റിമീറ്റർ ആണ്, അത് കട്ട് ചെയ്യുക. ആ പോയിന്റിൽ നിന്നും 120 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു. പോയിന്റിലേക്ക് ഒരു വര വരക്കുന്നു. 4 സെൻറ്റിമീറ്റർ എടുത്തിട്ട് കട്ട് ചെയ്യുന്നു. വീണ്ടും 120 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു. ഇനി ഒരു വശം കൂടിയേ വരയ്ക്കാനുള്ളൂ അല്ലേ. നമ്മൾ വരച്ചത് ശരിയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു നീളം പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കറക്റ്റ് 4 സെൻറ്റിമീറ്റർ കിട്ടും. ഇവിടെ കണ്ടോ, നമുക്ക് കറക്റ്റ് 4 സെൻറ്റിമീറ്റർ കിട്ടിയിട്ടുണ്ട്. നമ്മൾ വരച്ചത് ശരിയാണ്. ഇനി എല്ലാ വശങ്ങളുടെയും നീളം മാർക്ക് ചെയ്യാം, അതുപോലെ കോണും മാർക്ക് ചെയ്യാം. ഡിഗ്രി 120 ഡിഗ്രി. അടുത്ത ചോദ്യം 15ാമത്തെ ക്വസ്റ്റ്യൻ്റെ ബി ക്വസ്റ്റ്യനാണ് നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത്. ചോദ്യം: വശങ്ങളെല്ലാം 3 സെൻറ്റിമീറ്ററും കോണുകൾ തുല്യമല്ലാത്തതുമായ ഷഡ്ഭുജം വരയ്ക്കുക.
വശങ്ങളെല്ലാം 3 സെൻറ്റിമീറ്റർ ആയിരിക്കണം. കോണുകൾ ഒരിക്കലും തുല്യമാവാനും പാടില്ല. അങ്ങനെയുള്ള ഒരു ഷഡ്ഭുജം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഒരു സമഷഡ്ഭുജത്തിൻ്റെ ഒരു കോൺ 120 ഡിഗ്രിയാണ്. അതുകൊണ്ട് അതിനോട് അടുത്ത കോണുകൾ എടുക്കാം. ഏത് കോണുകൾ വേണമെങ്കിലും എടുക്കാം. വരയ്ക്കാൻ സൗകര്യം ഇങ്ങനെ ഇതിനോട് അടുത്ത കോണുകൾ എടുക്കുന്നതാണ്. 120 ഡിഗ്രി എടുക്കാം. അതുപോലെ ഇതിനോടൊന്ന് 10 കുറച്ച് 110 ഡിഗ്രി എടുക്കാം. പിന്നെ 130 ഡിഗ്രി എടുക്കാം. നമുക്കൊന്ന് വരച്ച് നോക്കാം. 3 സെൻറ്റിമീറ്ററാണ് വശത്തിന് നീളം പറഞ്ഞിരിക്കുന്നത്. 3 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വര വരച്ചു. ശേഷം അതിൻ്റെ അറ്റത്ത് നിന്ന് ഒരു 120 ഡിഗ്രി മാർക്ക് ചെയ്തു. ആ പോയിന്റിലേക്കൊരു വര വരച്ചു. ശേഷം കോമ്പസിൽ 3 സെൻറ്റിമീറ്റർ എടുത്തിട്ട് അത് കട്ട് ചെയ്യാൻ പോവാണ്. ആ പോയിന്റിൽ നിന്നും ഇവിടെ എത്രയാണ് എടുത്തതെന്ന് മാർക്ക് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ മറന്നു പോകും. ശേഷം 110 ഡിഗ്രിയിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. അങ്ങോട്ടൊരു വര വരച്ചു. ഇവിടെ നമ്മൾ 110 ഡിഗ്രിയാണ് എടുത്തിരിക്കുന്നത്. ഈ പോയിന്റിൽ നിന്ന് 130 ഡിഗ്രിയുള്ള ഒരു വര വരച്ചു. സെൻറ്റിമീറ്റർ അടുത്തിട്ട് കട്ട് ചെയ്തു. നൂറ്റി 130 ഡിഗ്രിയുള്ള ഒരു വശം വരച്ചു. നമുക്കിപ്പോൾ 4 വശങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇനി 2 വശങ്ങളും കൂടി കിട്ടാനുണ്ട്. അതിനായിട്ട് ഈ ഒരു പോയിന്റിൽ വെച്ച് ഞാനൊരു ആർക്ക് വരയ്ക്കുകയാണ്. അത് എത്രയാണ്? 3 സെൻറ്റിമീറ്റർ നീളമുള്ള ആർക്കാണ് വരച്ചിരിക്കുന്നത്. അടുത്തതും 3 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ആർക്ക് വരയ്ക്കുക. അവ കൂടിച്ചേരുന്ന പോയിന്റിലേക്ക് വരയ്ക്കാം. ഇവയ്ക്ക് എത്രയായിരിക്കും? 3 സെൻറ്റിമീറ്ററിലാണ് നമ്മൾ കോമ്പസിൽ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ നീളങ്ങളൊക്കെ 3 സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് കോണുകളെല്ലാം വ്യത്യസ്തവും വശങ്ങൾ തുല്യവുമായ ഷഡ്ഭുജം വരയ്ക്കാൻ പറ്റും.